ഹായ് ഫ്രണ്ട്സ്, ദിയൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഒരൊറ്റ യൂസിൽ തന്നെ മുടിക്ക് നല്ല ഉള്ളു തോന്നിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ മാസ്ക് അല്ലെങ്കിൽ ഹെയർ ജെല്ലാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് നമ്മുടെ മുടി വളർച്ച കൂട്ടുന്നതിനോടൊപ്പം നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യും. മുടിക്ക് നല്ല ഉള്ളു വയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ജെല്ലാണിത്. നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ജെല്ല് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഫ്ലാക്സീഡാണ്, അതായത് ചണവിത്ത്. ഇത് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എവിടെ നിന്നാണ് വാങ്ങിക്കാൻ കിട്ടുകയെന്ന്. ഇത് സൂപ്പർ മാർക്കറ്റിലും ആയുർവേദ കടകളിലൊക്കെ ഇപ്പോൾ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടുന്നത് തന്നെയാണ്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ച് കുറവായിരുന്നു ഇത്. ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ എല്ലാവിധ സൂപ്പർ മാർക്കറ്റിലും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 3 സ്പൂണ് ഫ്ലാക്സീഡാണ് എടുത്തിട്ടുള്ളത്. 3 സ്പൂൺ എടുത്താൽ നമുക്ക് കുറേ ഫ്ലാക്സീഡിൻ്റെ ജെല്ല് കിട്ടും. ഏകദേശം ഒരു 200 ഗ്രാമൊക്കെ ഫ്ലാക്സീഡിൻ്റെ ജെല്ല് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. ഒരൊറ്റ ദിവസം യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 1 സ്പൂണ് ഫ്ലാക്സീഡ് എടുത്താൽ മതി. അപ്പോൾ 3 സ്പൂണ് ഫ്ലാക്സീഡ് എടുത്തു. ഇനി ഇത് നമുക്ക് വെള്ളം ചേർത്തിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അങ്ങനെ തിളച്ച് വരുമ്പോൾ ഇത് ജെല്ലായിട്ട് മാറും. അപ്പോൾ ഞാനിവിടെ ഒരു 1.5 കപ്പ് വെള്ളം ഒരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫ്ലാക്സീഡ് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്ന് കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. മുടി നല്ല സ്മൂത്തായിട്ട് വരും ഈ ഒരു ജെൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അതിൻ്റെ കൂടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കും. നമുക്ക് എപ്പോഴും മുടി ഇങ്ങനെ കെട്ടൊക്കെ പിടിച്ചിരിക്കുമ്പോഴായിരിക്കും കൊഴിച്ചിൽ കൂടുതലായിട്ടുള്ളത്. പക്ഷേ ഇത് യൂസ് ചെയ്താൽ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആകുന്നതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ കൂടുതലായിട്ടുണ്ടാവില്ല. അതിൻ്റെ കൂടെ പുതിയ മുടി വളരാനും കൂടെ ഇത് ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാൻ ഏകദേശം ഒരു 15 മിനിറ്റ് എടുത്തിട്ടാണ് ഇത് തിളപ്പിക്കുന്നത്. ഒരു 10-15 മിനിറ്റൊക്കെ നിങ്ങൾ നല്ലപോലെ തിളപ്പിക്കണം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ ചിലപ്പം അടിയിൽ പിടിക്കും. ഇതിങ്ങനെ തിളച്ച് വരുന്നതിനനുസരിച്ച് ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറും. നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ടുള്ള ഒരു വെള്ളം മാറിയിട്ട് ഒരു പശ പോലെയൊക്കെ ആയിട്ട് വരും. പിന്നെ ഒരുപാടായിട്ട് സ്റ്റിക്കി ആവാൻ നിങ്ങൾ നിൽക്കരുത് കേട്ടോ. ചെറിയ രീതിയിൽ, അതായത് ഒരു പശ പരുവത്തിലായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. പിന്നെ തണുക്കുന്നതിനനുസരിച്ച് ഇത് കൂടുതലായിട്ട് ജെല്ലായിട്ട് മാറും. അപ്പോൾ കട്ട പോലെ ആയി പോവും. അപ്പോൾ നിങ്ങൾക്കത് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ കാണിച്ചു തരാം ഞാൻ ഏത് രീതിയിൽ എത്തുമ്പോഴാണ് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുന്നതെന്ന്. ഇന്ന് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത് ചെമ്പരത്തിയും ഫ്ലാക്സീഡും ഉപയോഗിച്ചിട്ടുള്ള ജെല്ലാണ്. അപ്പോൾ ചെമ്പരത്തിയുടെ ജെല്ല് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. ഫ്ലാക്സീഡിൻ്റെ ജെല്ല് റെഡി ആയിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ചെമ്പരത്തിയുടെ ജെല്ല് ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് ഡയറക്റ്റായിട്ട് ഇപ്പോൾ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് എൻ്റെ അടുത്തും ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ചെമ്പരത്തിയുടെ ജെല്ല് ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് റിസൾട്ട് കിട്ടാനാണെങ്കിൽ ചെമ്പരത്തിയുടെ ജെല്ലിനേക്കാളും കുറച്ചും കൂടെ നല്ലതായിട്ടുള്ളത് ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി ചേർത്ത് കൊടുക്കുകയാണ്. അതാകുമ്പോൾ അതിൻ്റെ കണ്ടൻറ്റ് കുറച്ച് കൂടുതലായിട്ടുണ്ടാവും. ഒരു 10-15 മിനിറ്റ് ഞാൻ തിളപ്പിച്ചപ്പോൾ തന്നെ ഇതിൻ്റെ ആ ഒരു ടെക്സ്ചർ മാറിയിട്ട് പശയുടെ പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാവുന്ന സമയത്ത് നിങ്ങളതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 3 സ്പൂണ് ഫ്ലാക്സീഡ് എടുത്തതുകൊണ്ടാണ് ഇത്ര വെള്ളം എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 1 സ്പൂണ് ഫ്ലാക്സീഡ് എടുക്കുന്നുള്ളൂ എങ്കിൽ കുറച്ച് വെള്ളം എടുത്താൽ മതി. ഇനി ഇത് നിങ്ങൾക്ക് ഒരു തുണി ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അരിപ്പ ഉപയോഗിച്ചിട്ടോ അരിച്ചെടുക്കാം.
അപ്പോൾ ഇത് ഇത്രയും ഫ്ലാക്സീഡ് ജെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഹെയർ ജെല്ല് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇനി ഒരു ബൗളിൽ ഞാൻ എനിക്ക് ആവശ്യമായിട്ടുള്ള അത്ര തന്നെ ഫ്ലാക്സീഡ് ജെല്ല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സ്പൂണിൽ എടുക്കുന്ന സമയത്ത് കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഇതിങ്ങനെ ഒരു വഴുവഴുപ്പ് ആയതുകൊണ്ട് തന്നെ കുറഞ്ഞ അളവിലേ കിട്ടുള്ളൂ. ഇനി ഞാനിതിലേക്ക് നമ്മുടെ തന്നെ ചെമ്പരത്തിയുടെ ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെമ്പരത്തിയുടെ ജെല്ലപ്പോൾ കാണാൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. നമുക്ക് സ്കിന്നിലേക്കും ഹെയറിലേക്കും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ജെല്ലാണ് കേട്ടോ ചെമ്പരത്തിയുടേത്. ഇത് നമ്മുടെ മുഖത്തുണ്ടാകുന്ന പാടുകൾ മാറി നിറം വയ്ക്കാൻ, മുഖം കുറച്ചും കൂടെ നല്ല ഫ്രഷ് ആയിട്ടിരിക്കാൻ, നല്ല ഗ്ലോയിങ് ആയിട്ടിരിക്കാൻ, പിന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ചുളിവുകൾ മാറി ചെറുപ്പമായിട്ടിരിക്കാനും ഒക്കെ സഹായിക്കും. പിന്നെ ഹെയറിൽ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ പുതിയ മുടികൾ വളരാൻ, മുടിക്ക് നല്ല കറുപ്പ് കളറ് കിട്ടാൻ, മുടി നരയ്ക്കാതിരിക്കാൻ, മുടി നല്ല സ്മൂത്തും ഷൈനിങ്ങും ഒക്കെ ആവാനൊക്കെ സഹായിക്കുന്നതാണിത്. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഫ്ലാക്സീഡ് ജെല്ലിലേക്ക് നമ്മുടെ ചെമ്പരത്തിയുടെ ജെല്ല് ചേർത്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും നല്ലത് ഫ്രഷ് ആയിട്ടുള്ള ചെമ്പരത്തി ഉണ്ടെങ്കിൽ ഫ്ലാക്സീഡ് തിളപ്പിക്കുന്ന സമയത്ത് അത് ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഹെയർ ജെല്ലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം. പിന്നെ ഇത് നല്ല തണുപ്പാണ് ഉണ്ടാവുക. ചെമ്പരത്തിയും തണുപ്പാണ്, ഫ്ലാക്സീഡും തണുപ്പാണ്. അപ്പോൾ തലയ്ക്ക് തണുപ്പ് പറ്റുന്നവർ വയ്ക്കുക, അല്ലാത്തവരൊരു 10 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ വെച്ചാൽ മതി. പിന്നെ ചെറിയ കുട്ടികൾക്കൊന്നും യൂസ് ചെയ്യേണ്ട. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ ഇത്രയും തണുപ്പുള്ളത് യൂസ് ചെയ്താൽ പെട്ടെന്ന് ജലദോഷമൊക്കെ വരും. അപ്പോൾ ഈ ഒരു ജെല്ല് ഒരു 10 വയസ്സിന് മുകളിലുള്ളവർക്ക് യൂസ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തണുപ്പ് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ 5 മിനിറ്റ് മാത്രം വയ്ക്കുക. തണുപ്പ് പറ്റുന്നവർക്ക് ഇതൊരു 15-20 മിനിറ്റ് തലയിൽ വയ്ക്കാം. പിന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. മുടിയൊക്കെ ചീകി നന്നായിട്ട് വൃത്തിയാക്കിയ ശേഷം കുറേശ്ശെയായിട്ട് സ്കാൽപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ തേച്ച് കൊടുക്കാം. നല്ല ഡ്രൈ ആയിട്ടുള്ള ഹെയർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എണ്ണ എന്തായാലും തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഹെയർ ജെല്ല് അപ്ലൈ ചെയ്യുക. എന്നിട്ടൊരു 20 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം കഴുകിക്കളയുക. അങ്ങനെയാണ് ഈ ഒരു ഹെയർ ജെല്ല് യൂസ് ചെയ്യേണ്ടത്. പിന്നെ എല്ലാ ദിവസമൊന്നും ഈ ഒരു ഹെയർ ജെല്ല് യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ആഴ്ചയിൽ 2 ദിവസമൊക്കെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ മുടി വളർച്ച കൂട്ടാനും മുടി കൊഴിച്ചിൽ കുറയ്ക്കാനും മുടി ഉള്ളു വയ്ക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ ജെല്ലായിരുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്